ഇനി തുടക്കത്തിൽ പറഞ്ഞതുപോലെ അക്യൂസേറ്റീവ് കേസ് സഫിക്സുകളായ ഇ, ഉ, എന്നീ സഫിക്സുകൾ ഒരു ഒബ്ജക്റ്റിലെ അവസാനത്തെ വവൽ ലെറ്ററിനനുസരിച്ചാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതായത് ഒരു ഒബ്ജക്റ്റിലെ അവസാനത്തെ വവൽ ലെറ്റർ ആ, എന്നിവയിൽ ഏതെങ്കിലും ഒന്നാവുകയാണെങ്കിൽ ആ ഒബ്ജക്റ്റിന് ശേഷം എന്ന സഫിക്സ് ആണ് ചേർക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ, ബെൻ കപ്പുയ് കപ്പാത്തിയോറും. ബെൻ കപ്പുയ് കപ്പാത്തിയോറും. ഐ ആം ക്ലോസിംഗ് ദ ഡോർ. ബെൻ കപ്പുയ് കപ്പാത്തിയോറും. മറ്റൊരു ഉദാഹരണം, ഓ മസായ് ഹസിലിയോർ. ഓ മസായ് ഹസിലിയോർ. ഷീ ഈസ് സെറ്റിംഗ് ദി ടേബിൾ. ഓ മസായ് ഹസിലിയോർ. ഈ രണ്ട് ഉദാഹരണങ്ങളിലെയും ഒബ്ജക്റ്റുകളായ കപ്പ്, മസ ഈ പദങ്ങളിലെ അവസാനത്തെ വവൽ ലെറ്റേഴ്സ് ആ എന്നിവയാണ്. സോ ഈ രണ്ട് പദങ്ങൾക്കും ശേഷം എന്ന സഫിക്സ് ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഒരു ഒബ്ജക്റ്റിന്റെ അവസാനത്തെ വവൽ ലെറ്റർ എ, ഇ എന്നിവയിൽ ഏതെങ്കിലും ഒന്നാവുകയാണെങ്കിൽ ആ ഒബ്ജക്റ്റിന് ശേഷം ഇ എന്ന അക്യൂസേറ്റീവ് കേസ് സഫിക്സ് ആണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇ. ഫോർ എക്സാമ്പിൾ, ഓ കലമി അലിയോർ. ഓ കലമി അലിയോർ. He is buying the pen. ഓ കലമി അലിയോർ. മറ്റൊരു ഉദാഹരണം, ബിസ് എവി സത്തിയോറുസ്. ബിസ് എവി സത്തിയോറുസ്. We are selling the house. ബിസ് എവി സത്തിയോറുസ്. ഇതുപോലെ ഒരു ഒബ്ജക്റ്റിന്റെ അവസാനത്തെ വവൽ ലെറ്റർ ഓ, ഉ എന്നിവയിൽ ഏതെങ്കിലും ഒന്നാവുകയാണെങ്കിൽ ആ ഒബ്ജക്റ്റിന് ശേഷം എന്ന സഫിക്സ് ആണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഓ കുത്തുയു അച്ചിയോർ. ഓ കുത്തുയു അച്ചിയോർ. He is opening the box. ഓ കുത്തുയു അച്ചിയോർ. മറ്റൊരു ഉദാഹരണം, സെൻ ടെലഫോനു അലിയോസുൻ. സെൻ ടെലഫോനു അലിയോസുൻ. You are buying the phone. സെൻ ടെലഫോനു അലിയോസുൻ. ഈ രണ്ട് ഉദാഹരണങ്ങളിലെയും ഒബ്ജക്റ്റുകൾ കുത്തു, ടെലഫോൺ എന്നിവയാണ്. ഇവയിലെ അവസാനത്തെ വവൽ ലെറ്റേഴ്സ് ഓ, ഉ എന്നിവയാണ്. സോ ഇവയ്ക്ക് ശേഷം എന്ന സഫിക്സ് ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഒരു ഒബ്ജക്റ്റിന്റെ അവസാനത്തെ വവൽ ലെറ്റേഴ്സ് എന്നിവയിൽ ഏതെങ്കിലും ഒന്നാവുകയാണെങ്കിൽ അതിനുശേഷം എന്ന സഫിക്സ് ആണ് ചേർക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഓ ഗുലു കോപ്പാറിയോർ. ഓ ഗുലു കോപ്പാറിയോർ. She is plucking the rose. ഓ ഗുലു കോപ്പാറിയോർ. ഈ ഉദാഹരണങ്ങൾക്ക് പുറമെ ഒരു ഡയറക്റ്റ് ഒബ്ജക്റ്റിലേക്ക് അക്യൂസേറ്റീവ് കേസ് സഫിക്സസ് ചേർക്കേണ്ട മറ്റു സന്ദർഭങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ആദ്യത്തേത്, ഒരു സെന്റൻസിലെ ഒബ്ജക്റ്റ് ഒരു പ്രോപ്പർ നൗൺ ആയി വരുന്ന സന്ദർഭങ്ങളിൽ ആ പ്രോപ്പർ നൗണിന് ശേഷം അക്യൂസേറ്റീവ് കേസ് സഫിക്സ് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. ഫോർ എക്സാമ്പിൾ, ബെൻ ഫാത്തിമായ് ബെക്ലിയോറും. ബെൻ ഫാത്തിമായ് ബെക്ലിയോറും. ഐ ആം വെയിറ്റിംഗ് ഫോർ ഫാത്തിമ. ബെൻ ഫാത്തിമായ് ബെക്ലിയോറും. ഇവിടെ ഒബ്ജക്റ്റ് ഫാത്തിമ എന്ന ഒരു പ്രോപ്പർ നൗൺ ആണ്. അതുകൊണ്ട് തന്നെ അതിനുശേഷം അക്യൂസേറ്റീവ് കേസ് സഫിക്സ് ആഡ് ചെയ്യേണ്ടതുണ്ട്. ബെൻ ഫാത്തിമായ് ബെക്ലിയോറും. മറ്റൊരു ഉദാഹരണം, ഓ
ഇസ്തംബൂലു ഗെസിയോർ. O ഇസ്തംബൂലു ഗെസിയോർ. He is traveling around Istanbul. O ഇസ്തംബൂലു ഗെസിയോർ. ഇനി രണ്ടാമത്തേത്, ഒരു സെന്റൻസിലെ ഒബ്ജക്റ്റ് ഒരു പ്രോനൗൺ ആണെങ്കിൽ ആ പ്രോനൗണിന് ശേഷവും അക്യൂസേറ്റീവ് സഫിക്സ് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്.